വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 12 മണിയായപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ടായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ, പൊന്നു കുറെ കാലമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹെയർ കളർ ചെയ്യണം. അതിനായിട്ട് ഞങ്ങൾ ഇന്ന് പോയത് തിരുവനന്തപുരം കുറവങ്കോണത്തുള്ള പ്യുവർ എസ്തെറ്റിക് യൂണിസെക്സ് ബ്യൂട്ടി സ്റ്റുഡിയോയിലാണ്. ഞങ്ങൾ സർവീസ് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോയതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആദ്യത്തെ കുറച്ചു നേരം ഏതാണ് കളർ എന്നുള്ള ഒരു ചർച്ചയിലായിരുന്നു. അങ്ങനെ കളറൊക്കെ സെലക്ട് ചെയ്തതും അവരവരുടെ ഡ്യൂട്ടി തുടങ്ങി. അങ്ങനെ പൊന്നുവിന്റെ ഹെയർ വാഷ് ചെയ്യുന്നോണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കയറി തട്ടുകത്തിലേക്ക്. എന്തായാലും കൂടെ വന്നതല്ലേ, ഞാനും ഒന്ന് ഹെയർ ട്രിം ചെയ്ത് ഒന്ന് സെറ്റ് ആകാന്ന് കരുതി. തൊട്ടടുത്ത സീറ്റില് കളർ ചെയ്യുന്നതിന് മുന്നേ ഹെയർ ഒന്ന് ലെവൽ ചെയ്യാൻ പൊന്നും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ അനുഭവത്തിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്റെ താടി ലെവൽ ചെയ്യുന്ന വെളുത്ത മുടിയുള്ള ബ്രോ പക്ക ഹെയർ കട്ടിംഗ് ആണ്. കാരണം എനിക്ക് മിക്കടുത്ത് ഹെയർ കട്ടിങ്ങിന് പോകുമ്പോഴും ഏറ്റവും ലാസ്റ്റ് മീശയും താടിയും എന്തെങ്കിലും പണി കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ ആ പുള്ളി ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. ഈ കലയും കോഴ്സും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അങ്ങനെ എന്റെ ഹെയർ കട്ടിങ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും പൊന്നുവിന്റെ ഹെയറിൽ കളർ ഫില്ല് ചെയ്ത് വെച്ചു. ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് റെഡിയായി വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് കാണാനാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഏതാണ്ട് വാഷ് ചെയ്ത് റെഡിയായി വന്നപ്പോഴേക്കും സംഭവം ഏതാണ്ട് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഹെയർ ഡ്രൈയും കൂടെ ചെയ്തപ്പോഴേക്കും ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളി കളറായി. പൊന്നുവിന്റെ ഫേസ് തന്നെ മാറിപ്പോയി. എല്ലാവർക്കും ഈ ഒരു കളർ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പൊന്നുവിന്റെ ഹെയറിൽ കളർ ചെയ്തതിന്റെ സന്തോഷത്തില് എന്നെ പിടിച്ചത് ഇങ്ങനെയാക്കി. മരിച്ചുപോയതല്ല, വിറ്റാമിൻ സിയുടെ ഫേഷ്യൽ ചെയ്യുന്നതിന്റെ പരിപാടിയില്ല. ഓരോ പാക്ക് ഇടുമ്പോഴും പുള്ളിക്കാരൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീച്ചപ്പോൾ കണ്ണിൽ എന്തൊക്കെയോ വെച്ച് മൂടിയിരിക്കുന്നു. സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. അങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. ഞാൻ വളരെ അധികം ഓക്കെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അവരുടെ സർവീസ്. ഞങ്ങൾ അങ്ങനെ സന്തോഷമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു.